മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ആ 10 വർഷക്കാലം ഒരുപക്ഷെ ഇന്ത്യയെ ലോകത്തിന് മുന്നിലേക്ക് ഒരു സാമ്പത്തിക ശക്തിയായി കൈപിടിച്ചുയർത്തിയ നേതാവ്, ആ നിലയിലായിരിക്കും ഒരുപക്ഷെ ചരിത്രം അദ്ദേഹത്തെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ അടയാളപ്പെടുത്തുക. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ധനകാര്യമന്ത്രിയായി നരസിംഹറാവു ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന കാലം മുതൽ ഉള്ളതാണ്. അന്ന് ഞാൻ MP പാർലമെന്റ് അംഗമായിരുന്നു. അദ്ദേഹമാണ് നരസിംഹറാവു ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായിരുന്നു കൊണ്ട് ഇന്ത്യയെ ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക നയപരിപാടികൾക്ക് രൂപം കൊടുക്കാനും മുന്നോട്ട് വന്നത്. അത് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും. മനുഷ്യമുഖമുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലിബറലൈസേഷൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അതിന്റെ ഗതിവേഗത വർദ്ധിപ്പിച്ചു. ലോക രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തി. മാത്രമല്ല, മികച്ച ഭരണാധികാരി എന്ന നിലയിൽ ഒരിക്കലും അഹന്തയോ അഹംഭാവമോ കാണാതെ മിതഭാഷിയായ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി 10 വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. അത് പാർട്ടിക്കും സമൂഹത്തിനും രാജ്യത്തിനും വലിയ തോതിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും അദ്ദേഹവുമായി സംസാരിക്കാനും ദീർഘകാലം അദ്ദേഹവുമായി ഇടപെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുകയുണ്ടായി. അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. വളരെ കാര്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വാസ്തവത്തിൽ വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗം. ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്കൾ ഡൽഹിയിലേക്ക് പോവുകയാണോ? ഞങ്ങൾ ഡൽഹിക്ക് പോവാണ്. ഇവിടുത്തെ ബൽഗാമിലെ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഡൽഹിയിൽ രാവിലെ പോവാണ് അന്തിമോപചാരം അർപ്പിക്കാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല സംസാരിച്ചതിന്.